പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. ശിവപാർവതി പ്രധാനമായ ഒരു ആഘോഷമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം. ശൈവരുടെ പ്രധാന ആഘോഷങ്ങളിലും വ്രതങ്ങളിലും ഉൾപ്പെട്ട ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം അതിപ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. പാർവതി സങ്കല്പമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ഇത് പ്രധാനമാണ്. ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമേ. വ്രതങ്ങളിൽ വെച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര വ്രതമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ ദിവസം പരമശിവന്റെ പിറന്നാളായതുകൊണ്ടാണ് അന്നേ ദിവസം തിരുവാതിര ആഘോഷം നടത്തുന്നത്. കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്ന ഒരു വിശ്വാസവും നിലനിൽക്കുന്നു. ശിവപ്രധാനമാണെങ്കിലും ആദിപരാശക്തിയായ പാർവതി ദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത്. കണ്ണിൽ കവിഞ്ഞ തലമുടിയും കാലേ കുളിച്ചു കുറിയുമീട്ടു കണ്ണുമെഴുതി കറുക ചൂടി അമ്മയുടെ മുൻപിലും ചെന്നു നിന്നു. അമ്മേ ഞാൻ പോട്ടെ തപസ്സിരിപ്പാൻ, എന്റെ മകൾക്കതു കാലായില്ല. അച്ഛന്റെ മുൻപിലും ചെന്നു നിന്നു. അച്ഛാ ഞാൻ പോട്ടെ തപസ്സിരിപ്പാൻ, എന്റെ മകൾക്കതു. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കുന്നതിനായും തിരുവാതിര വ്രതമെടുക്കുന്നു. പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിനു മുമ്പ് കുളത്തിൽ പോയി തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പ് നോൽക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ. ഭഗവാന്റെ തിരുനാളാണ്, ഭഗവതിക്ക് തിരുനോൻപാണ്. ഉണ്ണരുത് ഉറങ്ങരുത്, ആടേണം പോൽ പാടേണം പോൽ കളിക്കണം പോൽ. ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത്. മകേരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇഷ്ടവിവാഹം, ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം, മക്കളുടെ അഭിവൃദ്ധി, അപകടമുക്തി, ദുഃഖവിമോചനം, രോഗമുക്തി, ദീർഘായുസ് തുടങ്ങി അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിനുണ്ടെന്നാണ് വിശ്വാസം. ധനുമാസത്തിലെ രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്.